KSRTC MD ടോമിൻ ജെ തച്ചങ്കരി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നാളെ ഈ സമയം PSC സെലക്ഷൻ കിട്ടിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇവിടെ ഹാജരാകുകയും സാധാരണഗതിയിൽ 2 മാസം എടുത്ത് നടപ്പാക്കുന്ന പ്രൊസീജിയറുകൾ ഇത്തവണ ഒരാഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കി അവരെ ബസ്സിൽ ഡ്യൂട്ടിക്ക് വിടുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു വേഗതയിലുള്ളൊരു പ്രക്രിയ ഉണ്ടായില്ല എങ്കിൽ യാത്രക്കാർക്ക് വരും ദിനങ്ങൾ ക്രിസ്മസിൻ്റെയും മറ്റും ദിനങ്ങളാണ്. അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇവിടെ ഒരു കാര്യം KSRTC കൃത്യമായും ഓർക്കുന്നത്, ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ അടിസ്ഥാനമായ യാത്രക്കാർ യാതൊരു രീതിയിലും കാരണക്കാരല്ല. ഞങ്ങളുടെ അഭിവൃദ്ധിയിലും ഞങ്ങളുടെ ചോറിലും ഞങ്ങളുടെ വരുമാനത്തിലും അടിസ്ഥാനപരമായി നിൽക്കുന്ന യാത്രക്കാർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും KSRTCയിൽ ഉണ്ടാകരുതെന്ന് ഇവിടുത്തെ തൊഴിലാളികളും മാനേജ്മെൻറ്റും ഉറച്ചു വിശ്വസിക്കുന്നു. അക്കാരണത്താൽ തന്നെ 2-2.5 മാസം നീണ്ടു നിൽക്കുന്ന PSC റിക്രൂട്ട്മെൻറ്റ്, എൻറോൾമെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുവാനായി ആഗ്രഹിക്കുകയാണ്. അവർ നാളെ ഇവിടെ ഹാജരായാൽ അവരുടെ ബേസിക് ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുകയും അവരെ നിയോഗിച്ചിട്ടുള്ള ഡിപ്പോകളിലേക്ക് അവരെ പറഞ്ഞയക്കുകയും ചെയ്യും. ഡിപ്പോകളിൽ ആദ്യത്തെ 2 ദിവസത്തെ ഓറിയൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞാൽ, നേരത്തെ അത് സ്റ്റേറ്റ് ട്രെയിനിങ് കോളേജിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. STCയിലെ ഇത്രയധികം പേരെ ഒരുമിച്ച് പരിശീലിപ്പിക്കാനുള്ള സൗകര്യമില്ലാത്തതിനാൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ട്രെയിനേഴ്സിനെ കൊണ്ട് അവരെ അതാത് ഡിപ്പോകളിൽ പരിശീലനം നൽകുകയും 2 ദിനങ്ങൾക്ക് ശേഷം അതോടൊപ്പം തന്നെ KSRTCയുടെ മുൻഗണനയെടുത്ത് അവരെ RTO ഓഫീസുകളിൽ കൊണ്ടുപോയി കണ്ടക്ടർ പരീക്ഷ എഴുതുകയും അവിടെ പാസ്സാക്കേണ്ട ചുമതല അതാത് കണ്ടക്ടർമാരുടെയാണ്. അവിടെ KSRTCക്ക് അവരെ പാസ്സാക്കാനുള്ള മാന്ത്രിക വിദ്യകളൊന്നുമില്ല. അവർ പരീക്ഷ എഴുതുകയും പാസ്സായാൽ പിറ്റേ ദിവസം തന്നെ അവർക്ക് കണ്ടക്ടർ ബാഡ്ജ് കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പിന്നീട് അവർ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ, നിങ്ങളിൽ പലരും കരുതുന്നത് പോലെ ടിക്കറ്റ് പണം തന്നാൽ കീറിത്തരുന്ന ഒരു പതിവല്ല ഇപ്പോൾ KSRTCയിലുള്ളത്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് 2-3 ദിവസങ്ങൾ കൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കുകയും പിന്നീട് അവരെ ഞങ്ങളിപ്പോൾ ഓടുന്ന റൂട്ടുകളിലെ കണ്ടക്ടർമാരോടൊപ്പം പരിശീലനത്തിന് അയക്കുകയും ചെയ്യും. അവരുടെ കൂടെ 2 ദിനങ്ങൾ കൂടി കണ്ടക്ടർ പരിശീലനം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരെ റൂട്ടുകളിൽ ഇൻഡിപെൻഡൻറ്റ് ചാർജിൽ വിടുവാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യകാലങ്ങളിൽ അവരെ സിറ്റിക്ക് അകത്തുള്ള റൂട്ടുകളിൽ വിടുകയും അവിടെ ഇൻസ്പെക്ടർമാർ അവരെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് പരിശോധിച്ച് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊടുക്കുവാനും ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് പോളിസി വഴി KSRTCയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ 9500ഓളം കണ്ടക്ടർമാർ സ്ഥിര കണ്ടക്ടർമാരായിട്ടുണ്ട്. ഇന്നലത്തെ ക്ലോസ് ആയിട്ടുള്ള സ്ക്രൂട്ടണിയിൽ അതിൽ 800ഓളം പേർ എവിടെയോ മറഞ്ഞിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. കാരണം അവരുടെ ദീർഘകാല ലീവുകളിലും മറ്റുമാണ്. അത്തരക്കാരെ തിരിച്ചു വിളിക്കുവാനും എൻ്റെ എല്ലാ കണ്ടക്ടർമാരോടും കൂടുതൽ സമയം ജോലി ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ അവരുടെ സഹപ്രവർത്തകർ പെട്ടെന്ന് വിട്ടുപോയിട്ടുള്ള വേദന കൊണ്ട് അവർ പലരും വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്തുവെങ്കിലും കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സഹകരണത്തിലായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PSC റിക്രൂട്ട്മെൻ്റ് ആയിട്ടുള്ള പുതിയ ഉദ്യോഗാർത്ഥികൾ പരിശീലനം ശ്രദ്ധിച്ച് റെഗുലറായി ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രമായി ബസ്സുകളിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്നിടം വരെ എൻ്റെ ഇപ്പോഴുള്ള സ്ഥിരം ജീവനക്കാർ കൂടുതൽ സമയമെടുത്ത് കോർപ്പറേഷനെ സഹായിക്കേണ്ടത് ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധതയായിട്ട് കൂടി കാണുകയാണ്. നേരത്തെ ചിലർ പരിഹസിച്ചതുപോലെ ഇത് ലാഭകരമായി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ഒരു കോർപ്പറേഷൻ അല്ല. ആ യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ നഷ്ടത്തിൽ പോയി സ്ഥിരമായി കേരള ഖജനാവിന് ഒരു ബാധ്യതയാകാനുള്ള കോർപ്പറേഷനുമല്ല. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ
ഇപ്പോഴുണ്ടായ ഈ പ്രതിസന്ധിയിൽ വരുമാനത്തിൽ കുറവുണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. വരും നാളുകളിലും ഇത്തരത്തിലുള്ള ബെറ്റർ മാനേജ്മെൻറ്റ് പോളിസികൾ വഴി, ഉദാഹരണത്തിന് മെക്കാനിക്കുകളോ ക്ലറിക്കൽ സ്റ്റാഫോ മറ്റേതൊരു വിഭാഗത്തിലുള്ള ആളുകളോ കണ്ടക്ടറാകാൻ തയ്യാറായാൽ കണ്ടക്ടർ ബാഡ്ജുള്ള എല്ലാവർക്കും KSRTCയിലെ ജീവനക്കാരനാണെങ്കിൽ ഈ റൂട്ടുകളിൽ പോകാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അവർ കൂടുതൽ ജോലി ചെയ്യുന്നതിന് മുൻപ് നൽകിയിരുന്നതിൽ കൂടുതൽ വേതനം നൽകുവാനും ഉള്ള ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കൂടാതെ വീക്ക്ലി ഓഫ്, ഡ്യൂട്ടി ഓഫ് തുടങ്ങിയ ഓഫുകൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഭാവിയിലേക്ക് അത് സ്വരൂപിച്ച് വെക്കുവാനും അവരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡ്രൈവർ കം കണ്ടക്ടർ എന്ന പുതിയ പദ്ധതി, അതായത് ഒരു ഡ്രൈവർ ദീർഘദൂര യാത്രയ്ക്ക് പോകുമ്പോൾ ആദ്യത്തെ സ്പെല്ലിൽ ഡ്രൈവ് ചെയ്യുകയും പിന്നീട് അയാൾ കണ്ടക്ടറായി നിൽക്കുകയും ചെയ്യുന്ന ആ പദ്ധതി ഇപ്പോൾ ദീർഘദൂര സർവീസുകൾക്കല്ലാതെ ഡ്രൈവർമാർക്കോ മറ്റാർക്കോ കണ്ടക്ടർ ലൈസൻസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടക്ടർ ജോലിക്ക് ചെയ്യുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ധാരാളം കണ്ടക്ടർ ലൈസൻസ് ഉള്ള ഡ്രൈവർമാർ ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ഡ്രൈവർമാരുടെ ഒരു ഷോർട്ടേജ് ഇല്ല. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡ്രൈവർമാർ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതും കൂടാതെ ആധുനികമായ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ അത്യാവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കണ്ടക്ടർ ലെസ് സർവീസുകൾ നടത്തുവാനും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശബരിമലയിലെ നിലക്കൽ പമ്പ ചെയിൻ സർവീസ് ഏതാണ്ട് 50 ലക്ഷം 60 ലക്ഷം രൂപ ഒരു ദിനം കളക്ഷൻ വരുന്ന ആ സർവീസുകൾ കണ്ടക്ടർ ഇല്ലാതാണ് ഓടുന്നത്. തന്മൂലം രണ്ട് കാര്യങ്ങൾ ലാഭമുണ്ടാകുന്നു. ഒന്ന്, കണ്ടക്ടറുടെ സീറ്റിൽ കൂടി മറ്റൊരു യാത്രക്കാരനെ കൊണ്ടുപോകാൻ കഴിയുന്നു, അയാളുടെ ശമ്പളം ലാഭിക്കുന്നു. കൂടാതെ വളരെയധികം ബസ്സുകൾക്ക് ഒരു കണ്ടക്ടർ മാത്രം വേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ഇന്നത്തെ അവിടുത്തെ കണക്കനുസരിച്ച് ഒരു കണ്ടക്ടർ 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ടിക്കറ്റുകൾ മുറിച്ച് കൊടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ കണ്ടക്ടർലെസ് ടിക്കറ്റ് ബസ്സുകൾ സിറ്റി ടു സിറ്റികളിലും, അതായത് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിൽ പോയി മാത്രം നിർത്തുന്ന പോയിൻ്റ് ടു പോയിൻ്റ് സർവീസുകൾക്കും ഇൻ്റർ സ്റ്റേറ്റ് സർവീസുകൾക്കും മിന്നൽ പോലുള്ള ദീർഘദൂര സർവീസുകൾക്കും നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിൽ ഓടുന്ന ബസ്സുകൾ മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി തിരിച്ചാൽ അടുത്ത ബസ് സ്റ്റേഷനിൽ മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ. അപ്പോൾ അതാത് ബസ് സ്റ്റേഷനിലുള്ള സ്റ്റേഷൻ മാസ്റ്റർക്കോ ഇൻസ്പെക്ടർക്കോ ഇവർക്കുള്ള ടിക്കറ്റുകൾ കൊടുക്കാൻ പറ്റും. ഇടസ്ഥലങ്ങളിൽ ഈ വണ്ടികൾ നിർത്തുന്നതല്ല. ഒരുപക്ഷെ യാത്രക്കാരിൽ ചിലർക്ക് അത് അതൃപ്തി ഉണ്ടാവുമെങ്കിലും ഇന്ന് ഇന്ത്യയിലും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വാഹന സർവീസുകളാണ് നടപ്പാക്കുന്നത്. കാരണം ഒരു വാഹനത്തിൽ 45-50 പേര് പോകുന്നുണ്ടെങ്കിൽ അവരിൽ 2-3 പേർക്കേ ഉള്ളൂ ഇടസ്ഥലങ്ങളിൽ ഇറങ്ങേണ്ടി വരുന്നത്. ബാക്കിയുള്ള 47-48 പേർക്ക് ഇതൊരു അസൗകര്യമാണ്. ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ദൂരെ വെച്ച് തന്നെ സ്ലോ ആക്കി സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും പിക്കപ്പ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്ന സമയത്തുണ്ടാകുന്ന സമയം നഷ്ടം, അത് എല്ലാ യാത്രക്കാർക്കായിട്ട് ഗുണിച്ചു നോക്കിയാൽ അത് വലുതായിട്ട് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആധുനിക സങ്കേതങ്ങൾ വെച്ചും ടെക്നോളജിയുടെ സഹായങ്ങൾ കൊണ്ടും ഇപ്പോൾ ഞങ്ങൾ വലിയ രീതിയിൽ ഓൺലൈൻ സർവീസിങ്ങിലേക്ക് പോവുകയാണ്. പുതുതായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന ടിക്കറ്റിംഗ് മെഷീനുകളുടെ അന്തിമഘട്ടത്തിലാണ് പർച്ചേസിൽ. അവിടെ RFID കാർഡ് വെച്ചിട്ട് പൈസ ഇല്ലാതെ കൂടുതൽ സമയത്തും കറൻസി രൂപ പണം നേരിട്ട് നൽകാത്ത വിധത്തിലുള്ള ഡിജിറ്റൽ ടിക്കറ്റിംഗ് സംവിധാനമാണ് കൊണ്ടുവരുന്നത്. അതും ഈ അവസരത്തിൽ ഈ പ്രതിസന്ധിയിൽ കരകയറാനായി കൂടുതൽ വേഗതയിൽ നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് 1-2 ആഴ്ചയ്ക്കുള്ളിൽ KSRTCയുടെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാകുമെന്ന് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ് നൽകുന്ന നിർലോഭമായിട്ടുള്ള പ്രചോദനവും പ്രോത്സാഹനവും KSRTCക്ക് ഇത്തരത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. ആ ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് KSRTCയിലെ എല്ലാ ജീവനക്കാരും വേദനാജനകമായിട്ടുള്ള ഈ അവസരത്തിലാണെങ്കിലും ജനങ്ങളുടെ യാത്രക്കാരുടെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ ശ്രമിക്കുമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കറക്റ്റായിട്ട് ഇന്ന് എത്ര സർവീസാണ് മുടങ്ങിയത്? കാരണം 2 കണക്കുകൾ, നിങ്ങൾ ഔദ്യോഗികമായി തന്ന കണക്ക് 372, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച കണക്ക് 672. കൃത്യം എത്ര സർവീസുകളാണ് സംസ്ഥാനത്താകാൻ മുടങ്ങിയിട്ടുള്ളത്? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ അറിയിക്കാൻ സാധ്യതയില്ല. ഇവിടുന്ന് കൊടുക്കുന്ന കണക്കാണ് അവിടെ കൊടുക്കാറുള്ളത്. ആ കണക്ക് ഞാൻ ഇപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. 372 അല്ല, അത് ഒരുപക്ഷെ അദ്ദേഹം അതിനെ ഡബിളായിട്ട് ഗുണിച്ച് കാണും, 2 സ്പെല്ലെന്നുള്ള നിലയിൽ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റ സ്പെല്ലാണ്. ഇപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു 7 മണിക്ക് ബസ് കയറിയാൽ അത് 3 മണി വരെ ഓടും. ആ സമയത്ത് ആദ്യത്തെ സ്പെല്ലിലാണ് ഈ 337 വന്നിട്ടുള്ളത്.
ഓരോ ജില്ല തിരിച്ചിട്ടുള്ളത് വേണമെങ്കിലും തരാം. ജില്ല അല്ല, ഓരോ സ്ഥലങ്ങളും. ടോമിൻ തച്ചങ്കരി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ്. KSRTCയിൽ പ്രതിസന്ധി സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. വരുമാനത്തിൽ നഷ്ടം വന്നിട്ടില്ല, അത്തരത്തിലുള്ള പ്രതിസന്ധികൾ KSRTCക്ക് ഇല്ല. ഈ കണ്ടക്ടർമാരുടെ ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട് എംപാനലുകാരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 2 മാസമെടുക്കാറുള്ള പ്രോസസ്സ് വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കിയിട്ട് പുതിയ കണ്ടക്ടർമാരെ ഫീൽഡിലേക്ക് വിടുന്ന കാര്യങ്ങളടക്കമുള്ളതാണ് ആലോചിക്കുന്നത്. അതുവരെ ഇപ്പോഴുള്ള ജീവനക്കാർ കൂടുതൽ സമയം ജോലി ചെയ്ത് KSRTCയെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം തുടരുകയാണ്. എംപാനലുകാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ കണ്ടക്ടർമാരുടെ ക്ഷാമത്തിന് പരിഹാരം കാണാൻ എന്നാൽ യഥാർത്ഥത്തിൽ KSRTCക്ക് ഇപ്പോഴും പറ്റിയിട്ടുമില്ല. തുടർച്ചയായ 3-ാം ദിവസവും സർവീസുകൾ മുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് 672 സർവീസുകളാണ് മുടങ്ങിയത്. പമ്പ സർവീസുകളും മുടങ്ങിയതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി KSRTCയുടെ ഉന്നതതല യോഗം ചേരുകയും അതിനുശേഷമാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നത്. ഈ KSRTCയിലെ കണ്ടക്ടർമാരില്ലാത്ത പ്രതിസന്ധിയെക്കുറിച്ച് അത് ഏത് വിധത്തിലാണ് പുറത്ത് ബാധിച്ചിരിക്കുന്നതെന്ന് വിശദീകരിക്കാനായിട്ട് നമ്മുടെ റിപ്പോർട്ടർമാർ ഉമേഷ് ബാലകൃഷ്ണനും ശ്രീനാഥും ചേരും വിവിധയിടങ്ങളിൽ നിന്ന്. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, മധ്യ കേരളത്തെ എങ്ങനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്? എറണാകുളത്ത് തന്നെ ഏതാണ്ട് 200ഓളം സർവീസുകളാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് ഉച്ച കഴിയുമ്പോൾ അത് 250ഓളം സർവീസുകളായി വർദ്ധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാർ അടക്കമുള്ള ദീർഘദൂര സർവീസിനെ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് KSRTC പറയുന്നതെങ്കിലും മൂന്നാറിൽ നിന്ന് വരേണ്ട 3 ബസ്സുകൾ ഇന്ന് രാവിലെ എറണാകുളത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നിന്ന് തിരിച്ച് മൂന്നാറിലേക്ക് പോകാനും കഴിയുന്നില്ല. വിദേശികളടക്കമുള്ള നിരവധി പേർ, ഇപ്പോൾ സീസൺ കാലമാണ്, അവരൊക്കെ ഈ KSRTC ബസ് സ്റ്റാൻഡിലെത്തി മൂന്നാറിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ബസ് സർവീസ് ഇവിടെ ഇല്ലാത്തത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. യാത്രക്കാരെയും ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്ത മേഖലകളിൽ KSRTC ബസ്സുകളുടെ ക്ഷാമം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 27ഓളം സർവീസുകൾ, ഇതുപോലെ ചെറുകിട സർവീസുകൾ, ലോക്കൽ സർവീസുകൾ, അത് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയും ഇത് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല KSRTCയുടെ വരുമാനത്തിലും ഇത് കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഡീസൽ ക്ഷാമവും അതേപോലെ സ്പെയർ പാർട്സിന്റെ ക്ഷാമവും KSRTC അനുഭവിക്കുന്നുണ്ട്. ഈ വരുമാനം കുറയുന്നതോടെ അത്തരം ക്ഷാമങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ കൂടുതൽ സർവീസുകൾ റദ്ദാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ലോങ് മാർച്ച് ആരംഭിക്കുകയാണ്. അത് ആലപ്പുഴയിൽ നിന്നാണ് ലോങ് മാർച്ച് ആരംഭിക്കുന്നത്. അതിനായി ചില ജീവനക്കാർ അങ്ങോട്ടേക്ക് പോകുകയും ചെയ്യും. അതോടുകൂടി കൂടുതൽ സർവീസുകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ സർവീസുകൾ കൂടുതൽ മുടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. സനീഷ്, നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്.